ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. കൃത്യമായി പറഞ്ഞതാണ്. എം സ്വരാജ് തന്നെയാണ് വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം. ഞാൻ അന്ന് പറഞ്ഞാണല്ലോ, അതിലെന്താ സംശയം? അതുതന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏതൊരു ചാനലിൽ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അത് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ അതിനുശേഷം ഒരു 3-4 ദിവസം കണ്ട ഇന്റർവ്യൂലുണ്ട്. അതിലൊരു തർക്കമില്ല. വി എസിനെ ഈ ഗതിയിലാക്കിയത് പിണറായി കൂട്ടരാണെന്ന് ആർക്കറിയാത്ത. അതാണല്ലോ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഈ തെണ്ടുന്നത്. വി എസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ആശാ വർക്കർമാർ ആ തിരുവനന്തപുരത്ത് ഈ തെണ്ടന്റെ ഗതികേട് ഇപ്പോഴും 8 മാസമായി. ആ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 100 രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വി എസ് ജീവിച്ചിരിപ്പോൾ നടക്കുമോ? അപ്പോൾ വി എസ് അന്ന് പറഞ്ഞത് അതാണ്. ഇത് മുഴുവൻ മുതലാളിമാരുടെ ആലയിൽ കൊണ്ട് പോയി ചാരുകയാണ് പാർട്ടിക്ക് നയവ്യതിയാനം വന്നിരിക്കുന്നു, അത് തിരുത്തണം എന്നാ വി എസ് പറഞ്ഞത്. അത് തന്നെ അപ്പം നടക്കുന്നത്. വളരെ സുഖമായി, ചോദിക്കാനും പറയാനും ആളില്ല. ഈ ജാതി പ്രതിപക്ഷവും ചായയും വണ്ടിപ്പരിപ്പും കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് സലാം അടിച്ച് മുഖ്യമന്ത്രിക്ക് സലാം അടിച്ചു പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാകുമോ? എന്താ ചെയ്തുകൂടാത്തത്? നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുതലാളിത്തത്തിന്റെ ബൂർഷാസികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയാണ് പിണറായി വിജയൻ ചെയ്തത്. മൺമറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന വി എസ് അച്യുതാനന്ദൻ എക്കാലത്തും അതിനെ എതിർത്തിരുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കി മൂലക്കിയിരുത്തിയത്. ഇതെന്റെ വാക്കുകളല്ല, മുൻ നിലമ്പൂർ MLA ആയ PV അൻവറിന്റെ വാക്കുകളാണ്. ബൂർഷാസികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട്, മുതലാളികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തൊഴിലാളി വർഗ പാർട്ടിയെ മുതലാളിത്ത പാർട്ടിയുടെ അല്ലെങ്കിൽ മുതലാളിത്ത വംശജരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയായിരുന്നു പിണറായി വിജയൻ. ഇന്ന് ഈ പാർട്ടിയിൽ തൊഴിലാളി പ്രസ്ഥാനമില്ല. തൊഴിലാളികൾ നശിച്ചത് പിണറായി വിജയന്റെ ഇത്തരം നടപടിക്രമങ്ങൾ കൊണ്ടാണ് എന്നാണ് PV അൻവർ എടുത്തു പറഞ്ഞത്. ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. വി എസ് അച്യുതാനന്ദൻ എഴുന്നേറ്റ് നടക്കുന്ന കാലമാണെങ്കിൽ, വി എസ് അച്യുതാനന്ദൻ പ്രജ്ഞയോടുകൂടി ഇരിക്കുന്ന കാലമാണെങ്കിൽ ആശാ വർക്കർമാർ ഇതുപോലെ പൊരിവെയിലത്തും പെരുമഴയത്തും ഇങ്ങനെ അവരവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. കാരണം തൊഴിലാളി വർഗത്തിന്റെ നേതാവ്, തൊഴിലാളി പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ കിടപ്പിലായി പോയതുകൊണ്ടാണ് ആശാ വർക്കർമാർക്ക് ഇത്തരത്തിലൊരു ദുര്യോഗം ഉണ്ടായത് എന്നുകൂടി PV അൻവർ എടുത്തു പറയുന്നു. പിണറായി വിജയൻ ബൂർഷാസികളുടെ പിണിയാളായി മാറിയിരിക്കുന്നു, ബൂർഷ പാർട്ടിയായി മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ CPM-നെ എന്നാണ് PV അൻവർ തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽപ്പിനത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി ആയിരിക്കും എന്നുകൂടിയാണ്, അല്ലെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ഈ പാർട്ടിയെ പാവപ്പെട്ടവരുടെ പാർട്ടിയായ, അധസ്ഥിതരുടെ പാർട്ടിയായ, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയായ, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുതലാളി വർഗത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നു പിണറായി വിജയൻ എന്നാണ് PV അൻവർ പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ PV അൻവർ പറഞ്ഞത്. വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് എം സ്വരാജ് പറഞ്ഞതായി താൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ സ്വരാജിന്റെ ഇത്തരം പരാമർശങ്ങൾ താൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന് തന്നെ PV അൻവർ പറഞ്ഞു. എം സ്വരാജും ചിന്താ ജെറോമും 2012 തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കണം എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല, എനിക്കത് കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന CPM-നെ ബൂർഷാസികളുടെ പാർട്ടിയായി മാറ്റുന്നതിൽ പിണറായി വിജയൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ പാർട്ടിയെ ഛിന്നഭിന്നമാക്കിയതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്ത നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് പിണറായി വിജയന്റെ പേര് തന്നെയായിരിക്കും കാലം ഓർമ്മിക്കുക എന്ന് തന്നെ PV അൻവർ എടുത്തു പറഞ്ഞു. PV അൻവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. PV അൻവറിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. കൃത്യമായി പറഞ്ഞതാണ്. എം സ്വരാജ് തന്നെയാണ് വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം. ഞാൻ അന്ന് പറഞ്ഞാണല്ലോ, അതിലെന്താ സംശയം? അതുതന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏതൊരു ചാനലിൽ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അത് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ അതിനുശേഷം ഒരു 3-4 ദിവസം കണ്ട ഇന്റർവ്യൂലുണ്ട്. അതിലൊരു തർക്കമില്ല. വി എസിനെ ഈ ഗതിയിലാക്കിയത് പിണറായി കൂട്ടരാണെന്ന് ആർക്കറിയാത്ത. അതാണല്ലോ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഈ തെണ്ടുന്നത്. അതായത് പാർട്ടി മുതലാളിത്തത്തിലേക്ക് ചായുന്നു എന്നതായിരുന്നു വി എസിന്റെ ഏറ്റവും വലിയ വിഷയം. വി എസ് പറഞ്ഞ അവസ്ഥയിലെത്തിയില്ലേ? വി എസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ആശാ വർക്കർമാർ ആ തിരുവനന്തപുരത്ത് ഈ തെണ്ടന്റെ ഗതികേട് ഇപ്പോഴും 8 മാസമായി. ആ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 100 രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്
VS ജീവിച്ചിരിപ്പോൾ നടക്കുമോ? ജീവിച്ചിരിക്കുന്ന VS പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഈ മാർക്കറ്റ് പൊളിക്കുവോ? അതിൻ്റെ ധൈര്യം ഉണ്ടാവുമോ പിണറായിക്ക്? അപ്പൊ VS അന്ന് പറഞ്ഞത് അതാണ്. ഇത് മുഴുവൻ മുതലാളിമാരുടെ ആലയിൽ കൊണ്ടുപോയി ചാരുകയാണ് പാർട്ടിക്ക് നയവ്യതിയാനം വന്നിരിക്കുന്നു, അത് തിരുത്തണം എന്നാ VS പറഞ്ഞത്. അത് തന്നെ ഇപ്പൊ നടക്കുന്നത്. വളരെ സുഖമായി, ചോദിക്കാനും പറയാനും ആളില്ല. ഈ ജാതി പ്രതിപക്ഷവും ചായ വണ്ടിപ്പരിപ്പും കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് സലാം അടിച്ച് മുഖ്യമന്ത്രിക്ക് സലാം അടിച്ചു പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാകുമോ? എന്താ ചെയ്തുകൂടാത്തത്? അത് തുടരും, ജനങ്ങൾ അനുഭവിക്കുക, അല്ല വേറെ ഒരു മാർഗം.